രാവിലെ എൻ്റെ ആക്റ്റീവയിൽ ജോലിക്ക് പോവാണ്. എനിക്ക് തയ്യലാണ്. ഭർത്താവ് ഗൾഫിലാണ്. 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരും. എൻ്റെ കുട്ടികളും ഞാനും വീട്ടിൽ തനിച്ചാണ്. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയാൽ പിന്നെ ഞാൻ വീട്ടിൽ തനിച്ചാണ്. ആകെ ബോറടി. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്കറിയാവുന്ന പണിയല്ലേ തയ്യൽ, അത് തുടങ്ങാൻ. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. അങ്ങനെ 5 വർഷം മുമ്പ് ഞാനും ഒരു പെണ്ണും കൂടി തുടങ്ങിയതാണ് ഈ തയ്യൽ. 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ തനിച്ചായി. അവൾ പിന്നെ കൊല്ലത്തേക്ക് പോയി ഒരു തയ്യൽ കട തുടങ്ങി. അവളുടെ ഭർത്താവിൻ്റെ വീട് കൊല്ലാണ്. എന്നെ ആലപ്പുഴയിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ നാട്ടിൽ. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും പൊളിക്കുന്നതാണ്. ഞങ്ങൾ അല്പം മാറി സ്ഥലം വാങ്ങി വീട് വെച്ചു. ചേട്ടൻ പറയും, ബന്ധുക്കളുടെ അടുത്ത് കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ പ്രശ്നമാകും. അതുകൊണ്ട് കുറച്ച് മാറി സ്ഥലം വാങ്ങി. ഇപ്പോൾ സ്വസ്ഥം. ചെറിയൊരു ഗ്രാമപ്രദേശമാണ് എൻ്റെ തയ്യൽ കട. എന്നും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാനും ജോലിക്കിറങ്ങും. വൈകുന്നേരം 4 മണിവരെ കടയിലുണ്ടാകും. കുട്ടികൾ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തും. എൻ്റെ കുട്ടികളിൽ ഒരാൾ 6ലും, മൂത്തത് പെൺകുട്ടിയാണ്. അവൾ 9ലുമാണ്. ഞാൻ ശ്രീകല. അങ്ങനെ ഞാൻ ആക്റ്റീവയിൽ പോകുമ്പോൾ വണ്ടി നീങ്ങുന്നില്ല. ഞാൻ നന്നായി കൈ കൊടുത്തിട്ടും മൂവ് ആകുന്നില്ല. എന്താണ് പറ്റിയെന്ന് ഒരു പിടിയുമില്ല. ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി സൈഡ് സ്റ്റാൻഡിൽ നിർത്തി വണ്ടിക്ക് ചുറ്റും നടന്നു. അപ്പോഴാണ് അതിലൂടെ പണിക്കാരെ കൊണ്ടുവിടാൻ വന്നത്. അയാൾ എൻ്റെ അടുത്ത് കാറ് നിർത്തി. എന്തു പറ്റി തയ്യൽ ടീച്ചറെ? എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിക്ക വണ്ടി കൈ കൊടുത്തിട്ട് നീങ്ങുന്നില്ല, ഞാൻ പറഞ്ഞു. കാറിൽ നിന്നും ഇറങ്ങി. കാറിൽ 4 ഹിന്ദിക്കാർ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇക്കാക്ക് നെൽകൃഷിയുണ്ട്. അങ്ങോട്ട് പണിക്കാരെ കൊണ്ട് പോവുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ റോഡിൻ്റെ 2 വശത്തും നെൽപ്പാടങ്ങളാണ്. അങ്ങ് നോക്കത്താ ദൂരത്തേക്ക് നെൽപ്പാടങ്ങൾ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി. പക്ഷേ മൂവ് ആകുന്നില്ല. ചെയ്യുന്നത് ഞാൻ നോക്കി നിന്നു. എന്നെ നോക്കി പറഞ്ഞു, എൻ്റെ ടീച്ചറെ, വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിപ്പോയല്ലോ. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഏയ്, അതിന് പേടിക്കാനൊന്നുമില്ല. ഒരു ബെൽറ്റ് വാങ്ങി ഇട്ടാൽ മതി. ഞാൻ നോക്കി. എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കയ്യിൽ ക്യാഷ് ഉണ്ടോ? ആ, ഉണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചതാ. ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം ഞാനും ചിരിച്ചു. എനിക്കറിയാം ടീച്ചറുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന്. അത് കേട്ട് ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ മെക്കാനിക്കിനെ വിളിക്കണോ? ചോദിച്ചു. അത് വിളിച്ചാൽ വളരെ ഉപകാരമാണ് എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് ഫോൺ എടുത്ത് വിളിച്ചു. ഞാൻ നിൽക്കുന്ന പൊസിഷൻ, വണ്ടിയുടെ കംപ്ലൈൻ്റ് എല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു അരമണിക്കൂർ, ഇപ്പോൾ അവൻ വരും. താങ്ക്സ് എനിക്ക് ഇവരെ പണിക്കിറക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാചകടിയായിരിക്കും. അത് കേട്ട് ഞാൻ ചിരിച്ചു. എന്നാൽ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ആ, അങ്ങനെ പോയി. ഞാൻ അവിടെ തന്നെ നിന്നു. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെളുത്ത നിറം, നല്ല ആരോഗ്യവുമുണ്ട്. വടംവലിക്ക് കുട്ടികളെ കോച്ചിങ് കൊടുക്കുന്നത് കാണാം. ഇടയ്ക്ക് എൻ്റെ കടയിലും വരും. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരിക്കാറുണ്ട്. ബിൻ എന്നാണ് പുള്ളിയുടെ പേര്. ഇടയ്ക്ക് തുഗ്ലക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. തുഗ്ലക്ക് എന്ന് വിളിക്കുമ്പോൾ പുള്ളി ചിരിക്കും. എന്നെ ടീച്ചറെന്നാണ് പുള്ളി വിളിക്കുക. കാരണം ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് BEd ഉണ്ടെന്ന്. അത് തന്നെയല്ല, ഞാൻ തയ്യൽ തുടങ്ങുന്നതിന് മുമ്പ് ട്യൂഷനും എടുത്തിരുന്നു. അതുകൊണ്ട് പലരും എന്നെ ടീച്ചറെന്നാണ് വിളിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പയ്യൻ വന്നു. ചേച്ചിയുടെ വണ്ടിയാണോ കംപ്ലൈൻറ്റ്? എന്നോട് ചോദിച്ചു. ആ, അതെ. അവൻ എന്നെ നോക്കി. ഞാൻ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അത് ഓറഞ്ച് കളറ്. മുടി ചുമ്മാ പുറകോട്ട് ചീകയിട്ടിട്ടേ ഉള്ളൂ. എനിക്ക് ഒരുപാട് മുടിയുണ്ട്. അവൻ എന്നെ മൊത്തത്തിലൊന്ന് നോക്കി. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ വണ്ടി നന്നാക്കാൻ തുടങ്ങി. വായിൽ വീടിയും കത്തിച്ച് അവൻ പണി തുടങ്ങി. ഇടയ്ക്ക് എന്നെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചിരിച്ചില്ല. ഗൗരവത്തിൽ ഞാൻ അങ്ങനെ നിന്നു. അങ്ങനെ അവൻ വണ്ടി ശരിയാക്കി തന്നു. ഞാൻ ചോദിച്ചു എത്രയായെന്ന്.
ബെൽറ്റ് വാങ്ങി അങ്ങനെ എല്ലാം കൂട്ടി ഒരു തുക പറഞ്ഞു. ഞാനത് കൊടുത്തു. പോകുമ്പോൾ അവനെന്നെ നോക്കി വെള്ളമിറക്കുന്നത് ഞാൻ കണ്ടു. എനിക്കതും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വെള്ളെ വണ്ടി ഓടിച്ചു പോയി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കടയിലിരിക്കുമ്പോൾ ഇക്ക വന്നു. എന്തായി, വണ്ടി ശരിയായോ? ആ പിന്നെ, ദാ ഇരിക്കുന്ന കണ്ടില്ലേ? വണ്ടി ചൂണ്ടിക്കാട്ടി ഞാൻ പറഞ്ഞു. ഇക്ക വണ്ടിയിൽ നോക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അത് കേട്ട് ഞാൻ ചിരിച്ചു. അവൻ ഒത്തിരി പൈസ വാങ്ങിയോ? ഹോ, എൻ്റെ പൊന്നിക്ക, പൈസ അല്ല പ്രശ്നം. ഇക്ക ഒന്നും മനസ്സിലാവാതെ എന്നെ നോക്കി. പിന്നെ? അവൻ്റെ നോട്ടം പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ. ഏ ആണോ? ഇക്ക ചിരിച്ചു. ഇക്കാക്ക് ചിരി. സത്യമാണ്, എന്നെ നോക്കി വെള്ളം ഇറക്കായിരുന്നു അവൻ. ഹോ, പറയാനും പറ്റില്ലല്ലോ. അത് എൻ്റെ ടീച്ചറെ. ടീച്ചർ സുന്ദരിയാണല്ലോ, കാണാനും കൊള്ളാം, അതുകൊണ്ട് നോക്കിയതാവും അവൻ, ഇക്ക പറഞ്ഞു. അത് കേട്ട് ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ടീച്ചറുടെ ചിരിയാണ് മെയിൻ. ടീച്ചറെ കൂടുതൽ സുന്ദരിയാക്കുന്നതും ആ ചിരിയാണ്. അത് കേട്ടപ്പോൾ എനിക്കുള്ളിൽ കൂടുതൽ സന്തോഷമായി. ഞാൻ ഇക്കയെ നോക്കി. സത്യല്ലേ ഞാൻ പറഞ്ഞത്? ഇക്ക ചോദിച്ചു. ഇക്കയും മോശമൊന്നുമല്ല, ഇപ്പോഴും കാണാൻ മമ്മൂട്ടിയെ പോലെ അല്ലേ? എൻ്റെ ടീച്ചറെ, എനിക്ക് 50 ആകാറായിട്ടോ. 50ഓ? കണ്ടാൽ 40 പോലും പറയില്ലല്ലോ. എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടിട്ട് അവൾക്കൊരു മോളായി. ഞാനിപ്പോൾ വല്യപ്പയാണ് കേട്ടോ, ഇക്ക പറഞ്ഞു. ആ പക്ഷേ ഇക്കയെ കണ്ട അത്രയൊന്നും പറയില്ല കേട്ടോ. അതൊക്കെ നമ്മൾ നടക്കുന്ന രീതിയല്ലേ. എനിക്കെപ്പോഴും ഹാപ്പിയാണ്. പിന്നെ ഒതുങ്ങിപ്പെറുക്കി വേണം നടക്കാൻ. അത് ശരിയായിക്ക, അതാണ് എനിക്കും ഇഷ്ടം. എപ്പോഴും വൃത്തിയായി നടക്കണം. അതേ ടീച്ചറെ, വൃത്തി വേണം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോഴൊക്കെ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് മെഷീൻ ആയതുകൊണ്ട് അധികം ക്ഷീണമില്ല. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വന്നു. പിറ്റേന്ന് ഞാൻ വീടിൻ്റെ പിറകിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ പുറകുവശം ആറാണ്, പക്ഷേ വെള്ളത്തിൽ ഒഴുക്കില്ല. ഞാൻ കടവിൽ തുണി കഴുകുമ്പോൾ ആരോ വീടിൻ്റെ മുന്നിൽ നിന്നും വിളിക്കുന്ന കേട്ടു. വീടിൻ്റെ 2 വശവും കൊക്കോ മരങ്ങളാണ്. വീടിൻ്റെ മുൻവശം റോഡും. വീടിൻ്റെ അടുത്ത വീട്ടിൽ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയുമാണ് താമസിക്കുന്നത്. അവരുടെ മക്കൾ വിദേശത്താണ്. എന്തെങ്കിലും സഹായത്തിന് അവരെന്നെയാണ് വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ആരെങ്കിലും വരും. ഹലോ, ഇവിടെ ആരുമില്ലേ? ആ, ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. അത് ഇക്കയാണ്. ആ, ഇന്ന് കടയിൽ പോണില്ലേ? ഇക്ക ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഇക്ക, എനിക്കിന്ന് ചങ്ങനാശ്ശേരി വരെ പോകണം. കുറച്ച് തുണി എടുക്കണം തയ്ക്കാൻ. ഓ ആണോ? ആ, എന്താ ഇക്ക? അത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ആ മുറ്റത്ത് വെക്കാണ് എന്ന് പറയാൻ വന്നതായിരുന്നു. ആ, അതിനെന്താ ഇക്ക, അവിടെ വെച്ചോ, ഞാൻ പറഞ്ഞു. ഞാൻ മാക്സിയാണ് ഇട്ടിരിക്കുന്നത്. തയ്ക്കാൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ തന്നെ തയ്ച്ച കുറച്ച് മോഡേൺ ടൈപ്പ് മാക്സി ആയിരുന്നു അത്. ഇക്ക, ഇന്ന് പണിയില്ലേ? ഞാൻ ചോദിച്ചു. ആ, മരുന്നടിക്കാനുണ്ട്, അതുകൊണ്ട് പണിക്കാരെ ഇറക്കി വിട്ടിട്ട് വന്നതാ. അങ്ങനെ അതും പറഞ്ഞ് ഇക്ക പോയി. ഞാൻ പിന്നെ ചങ്ങനാശ്ശേരിയിൽ പോയി. ഉച്ചയ്ക്ക് മുൻപ് തിരിച്ചു വന്നു. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഹിന്ദിക്കാരുമായി ഇക്ക രാവിലെ വെച്ച പണിസാരങ്ങൾ എടുത്തു കൊണ്ടുപോവാണ്. എന്താ ഇക്ക, എല്ലാം കൊണ്ടുപോവാണോ? ഞാൻ ചോദിച്ചു. ആ അതെ, ഞാൻ കണ്ടത്തിൽ കുറച്ച് പയർ നട്ടിട്ടുണ്ട്, അവിടെ കുറച്ച് പണിയുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ബായ് എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. അത് കണ്ട് ഞാൻ ചോദിച്ചു, ഇക്ക, ഇയാൾക്ക് മലയാളം അറിയാമോ? ഏയ് ഇല്ല, ഇവനറിയില്ല. മുമ്പ് അങ്ങോട്ട് നടന്നു പോയില്ലേ, അവന് കുറച്ചറിയാം. എന്താ ചോദിച്ചത്? അല്ല, പുള്ളി എന്നെ നന്നായി നോക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഓ, അത് സാരമില്ല ടീച്ചറെ, ടീച്ചറുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതായിരിക്കും. ഒന്ന് പോയിക്ക, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവന്മാർ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, പെണ്ണുങ്ങളെ നോക്കി നിൽക്കും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാറില്ല. അത് കേട്ട് ഞാൻ ഇക്കയോട് പറഞ്ഞു. ആ, അതേതായാലും നന്നായി. ഇത്ത വല്ലതും പറഞ്ഞോ? പിന്നല്ലാതെ, അവൾ പറഞ്ഞു, മോളെ ഇവന്മാർ നോക്കി നിൽക്കുകയാണെന്ന്, അതുകൊണ്ട്
ഇനി ഇവന്മാരെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ അവന്മാരും പോയി കിടന്നോളൂ എന്ന്. ആഹാ, കൊള്ളാലോ. ഇക്ക ഒരു മിനിറ്റ്, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ശരി, മാറുന്നതൊക്കെ കൊള്ളാം. എന്തെങ്കിലും ഇട്ടിട്ട് വരണം, അല്ലെങ്കിൽ ഇവന്മാർ നോക്കിയെന്ന് എന്നോട് പരാതി പറയരുത്, ഇക്ക പറഞ്ഞു. ഷേ, ഒന്ന് പോയിക്ക. അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അവരും പോയി. പിറ്റേ ദിവസം രാവിലെ മേടെല്ലാം വൃത്തിയാക്കി ഇന്നലെ ഇട്ടുകൊണ്ട് പോയതൊക്കെ അലക്കുമ്പോൾ ഇക്ക എന്നെ വിളിച്ചു. ഹലോ ടീച്ചറെ, ഇവിടെ ആരുമില്ലേ? ആ ഇക്ക, ഞാൻ ഈ ആറ്റിലാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു. ഈ ടീച്ചറിനെപ്പോഴും അലക്ക് മാത്രമേ ഉള്ളൂ. അതിക്ക കുറച്ച് തുണിയുണ്ടായിരുന്നു കഴുകാൻ, അതുകൊണ്ടാ. കൊള്ളാം. ഞാൻ ഇക്കയെ നോക്കിയപ്പോൾ ഇക്ക എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ട് എനിക്ക് ചിരി വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ ഇക്ക ഇങ്ങനെ നോക്കുന്നത്? അവന്മാരുടെ സ്വഭാവം ഇക്കാക്കും തുടങ്ങിയോ? അത് പിന്നെ ഇങ്ങനെ കണ്ടാൽ നോക്കിപ്പോവില്ലേ, ഇക്ക പറഞ്ഞു. അത് കേട്ട് ഞാൻ ചിരിച്ച് നേരെ നിന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ വേഷം ശ്രദ്ധിച്ചത്. അന്നിട്ടതിനേക്കാളും കുറച്ച് മോഡേൺ മാക്സിയാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത്. ഇത് പ്രശ്നമാണോ ഇക്ക? ഞാൻ ചോദിച്ചു. അത് പിന്നെ ഈ വേഷത്തിൽ ആ ഭായിമാർ കാണണ്ട, പിന്നെ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആണോ? അപ്പോൾ ഇക്ക എന്താ ചെയ്യാത്തത്? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ, ഇക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതിലൂടെ ഒരു ഹൗസ് ബോട്ട് കടന്നുപോയി. ബോട്ടിൻ്റെ മുന്നിൽ ഒരു പെണ്ണും ചെറുക്കനും നിൽക്കുന്നുണ്ട്. അയ്യേ, നോക്കി എന്തൊക്കെ അവർ കാണിക്കുന്നത്, ഞാൻ ഇക്കയോട് പറഞ്ഞു. അത് പിന്നെ അവർ ചെറുപ്പമല്ലേ. ചെറുപ്പമാണെന്ന് വെച്ച്? അല്ല ടീച്ചറെ, നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ അല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റൂ. കൊള്ളാം. അല്ല, ഇക്കാക്ക് നീന്താൻ അറിയോ? ആ, അറിയാലോ. എന്നാ ഈ ആറിൻ്റെ പകുതി പോയിട്ട് തിരിച്ചു വാ. ആ, വരാം. പോയിട്ട് വന്നാൽ എന്ത് തരും നീ എനിക്ക്? അതിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറ് തരാം, പോരെ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇക്ക എന്നെ നോക്കി. എന്താ ഇക്ക, പേടിയാണോ? ഞാൻ ചോദിച്ചു. ഞാൻ നിൽക്കുന്നത് ചെറിയൊരു സ്റ്റെപ്പിലാണ്, പിന്നെ എൻ്റെ സൈഡ് പൂർണ്ണമായും കല്ലുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇക്ക എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു. ഞാൻ ഇക്കയുടെ തോളോടൊപ്പം മാത്രമേ നീളമുള്ളൂ. എന്തു പറ്റി ഇക്ക? ഇക്കക്ക് ഭയം തോന്നുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. അത് കേട്ട് ഇക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, പേടിയൊന്നുമില്ല, എനിക്ക് തരുമല്ലോ അല്ലേ? ആ, ഉറപ്പ് തരും. ഇക്ക വാച്ചും ഫോണും സൈഡിൽ വെച്ച് എടുത്തു ചാടി. നീന്തി പോകുന്നത് ഞാൻ നോക്കി നിന്നു. പകുതി എത്താറായി, എന്നിട്ട് തിരിച്ച് നീന്തി വന്നു. എൻ്റെ അടുത്തെത്താറായപ്പോൾ ഒരു 3 മീറ്റർ അകലം വെച്ച് ഇക്ക മുങ്ങി താഴാൻ തുടങ്ങി. പുള്ളി കൈപൊക്കി കാണിച്ചു. അതുവരെ നോക്കി നിന്ന എനിക്ക് ചിരി മാറി ഭയമായി. ഞാൻ മുൻപോട്ട് ചാടി നീന്തി ഇക്കയുടെ ഷർട്ടിൽ പിടിച്ചു പൊക്കി. ഞാൻ വെള്ളത്തിൽ താഴ്ന്നു നിന്നു. ഇക്ക തലപൊക്കി ശ്വാസമെടുത്തു. വീണ്ടും താഴാൻ തുടങ്ങി. അപ്പോഴേക്കും പുള്ളി എന്നെ പിടിച്ചു. വേഗം ഞാൻ പുള്ളിയെ കരയിലേക്ക് എത്തിച്ചു. എൻ്റെ കഴുത്ത് താഴെ വരെ വെള്ളമുണ്ട്. ഞാൻ ഇക്കയെ പിടിച്ച് കരയിലേക്കിട്ടു. ഇക്ക നന്നായി കിതയ്ക്കുന്നുണ്ട്. ഇക്ക, ഇക്ക. ഞാൻ ഇക്കയെ കുലുക്കി നോക്കി. ഇക്ക കണ്ണ് തുറന്ന് എന്നെ നോക്കി. ഞാൻ ചിരിച്ചു. എന്താ ഇക്ക, പേടിച്ചു പോയോ? ഞാൻ ചോദിച്ചു. ആ, ഒത്തിരി നാളായി നീന്തിയിട്ട്, അതുകൊണ്ടാണ്, ഇക്ക പറഞ്ഞു. ഹോ, ഞാൻ പേടിച്ചു പോയി ഇക്ക. അങ്ങനെ ഞങ്ങൾ കരയിലേക്ക് കയറി. ഇക്കയും ഞാനും ആകെ നനഞ്ഞിരുന്നു. ഷോ, ആകെ നനഞ്ഞല്ലോ, ഇക്ക പറഞ്ഞു. ആ ഇക്ക, ഞാനും നനഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്, ടീച്ചർ ഒരു സോപ്പ് എടുത്തതാ, ഞാൻ കുളിച്ചിട്ടങ്ങ് വന്നേക്കാം. ശരി. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ സോപ്പ് എടുക്കാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇക്കാക്ക് സോപ്പ് കൊണ്ടുവന്ന് കൊടുത്ത് ഞാൻ വീണ്ടും തിരിച്ചു കയറി. ഞാൻ കുളിച്ച് ഫ്രഷായി. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇനി എങ്ങനെ ഇക്ക തിരിച്ചു പോകും? ഇക്കാക്ക് മാറി കൊടുക്കാൻ ഒന്നുമില്ലല്ലോ. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഇക്ക വൃത്തിയായി വന്നിരുന്നു. ഇക്ക, ഇതുടുത്തോ. ഞാൻ ഇക്കാക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഒരു മുണ്ട് കൊടുത്തു. ഇക്ക അത് വാങ്ങി കൊടുത്തു. ഇക്ക, അകത്തേക്ക് വാ, ഫുഡ് കഴിക്കാം, ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ എവിടെ ഒന്ന് വിരിച്ചിടുക?
നനഞ്ഞ തുണി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇക്ക ചോദിച്ചു. ഇക്ക, ആ അഴയിലേക്ക് ഇട്ടോളൂ, പെട്ടെന്ന് ഉണങ്ങിക്കോളും, നല്ല വെയിലുണ്ട്. അത് കേട്ട് ഇക്ക ചിരിച്ചുകൊണ്ട് കഴുകിയ ഡ്രസ്സ് അഴയിൽ വിരിച്ചിട്ടു. വായിക്ക, ഫുഡ് കഴിക്കാം. ഇക്ക എൻ്റെ കൂടെ അകത്തേക്ക് വന്നു. ഇക്ക കണ്ണാടിയിൽ നോക്കി മുടി ചീകി കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. കൊള്ളാം ഇക്ക, ഗ്ലാമറാണ്, ഞാൻ പറഞ്ഞു. ഇക്ക എന്നെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. വായിക്ക, വന്നിരിക്ക്. ഇക്ക വന്ന് ഡൈനിങ് ടേബിളിലിരുന്നു. ഞാൻ ഫുഡ് വിളമ്പി. എന്നെ നോക്കിക്കൊണ്ട് ഇക്ക പറഞ്ഞു, ടീച്ചർ ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ ഞാനും ഇരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇക്കയോട് പറഞ്ഞു, ഇക്ക ഇരിക്കട്ടോ, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ അതും പറഞ്ഞ് അടുക്കളപ്പണി തീർത്ത് ഹോളിലേക്ക് വന്നു. ഇക്ക ഹോളിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി ഇക്ക, മുഷിഞ്ഞോ? ഏയ് ഇല്ല, ഞാനൊരു മഞ്ഞ മാക്സാണ് ഇട്ടത്, അതും അല്പം മോഡേണായി തയ്ച്ചത്. കൊള്ളാലോ, ഈ മാക്സി സൂപ്പറാണല്ലോ, ഇക്ക പറഞ്ഞു. എന്താ ഇക്ക, ഇക്കക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിട്ടപ്പോൾ ടീച്ചർക്ക് നല്ല ഭംഗിയുണ്ട്. അത് കേട്ട് ഞാൻ ചിരിച്ചു. ഇതുപോലുള്ളത് ഇടുമ്പോഴാണ് ഭർത്താക്കന്മാർ ഭാര്യയെ പ്രേമിക്കുന്നത്, ഞാൻ പറഞ്ഞു. ആണോ? അപ്പോൾ ടീച്ചർക്ക് ഇതൊക്കെ ഇട്ട് ഭർത്താവിൻ്റെ പ്രേമം വേണ്ടേ? അത് ചേട്ടൻ പൈസ ഉണ്ടാക്കാൻ പോയേക്കല്ലേ. എന്നാലും ഇടയ്ക്ക് വന്ന് ഇവിടെ നിൽക്കാൻ പറ, ഇക്ക പറഞ്ഞു. അത് ആഗ്രഹമുണ്ട് ഇക്ക, പക്ഷേ പുള്ളി ഇപ്പോഴൊന്നും വരില്ല. ഈ പ്രായത്തിൽ വരാതെ പിന്നെ എപ്പോൾ വരാൻ നോക്കിയിരിക്കുക? അറിയില്ല. അല്ല, ഇക്കയെന്നും ഇത്തയെ സ്നേഹിക്കാറുണ്ടോ? ഏയ്, അവൾക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. അതെന്താ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഇനി എൻ്റെ ടെലിഗ്രാം ചാനലിലിടാം കേട്ടോ. അത് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ താഴെയുള്ള കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അതിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുപോലുള്ള സ്റ്റോറീസ് ഫുള്ളായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് പോരാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം.